नमस्ते बच्चों, सभी का स्वागत है हिंदी ई गुरु में। അപ്പോൾ എല്ലാവരും കഴിഞ്ഞ നമ്മുടെ റിവിഷൻ ക്ലാസ് കണ്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഫസ്റ്റ് യൂണിറ്റാണ് നമ്മളതിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റാണ്. രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേരെന്താണ്? നിജ ഭാഷാ ഉന്നതി ഹൈ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഭാഷയെക്കുറിച്ചിട്ടാണ് അല്ലേ. ഏത് ഭാഷയാണ്? നമ്മുടെ ഹിന്ദി ഭാഷ അല്ലേ. നമ്മുടെ രാഷ്ട്രഭാഷയാണ്, രാജ്യഭാഷയാണ് അല്ലേ നമ്മുടെ ഹിന്ദി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. നിജ ഭാഷ ഉന്നതിയാഹ എന്നുള്ള നമ്മുടെ യൂണിറ്റിൽ 4 ചാപ്റ്ററാണ്. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേരെന്തായിരുന്നു? സുരിനാം മേ പെഹ്ലാ ദിൻ എന്ന് പറഞ്ഞിട്ടൊരു സഫർനാമ എന്ന് പറഞ്ഞാൽ ഒരു യാത്രാ വിവരണമാണ്. ആരുടെയാണത്? ഹിമാൻശു ജോഷിൻ്റെ. രണ്ടാമത്തെ ചാപ്റ്റർ മേരെ ലാൽ എന്ന് പറഞ്ഞിട്ടുള്ള പദമാണ്. ആരതാണ്? സൂർദാസിൻ്റെ പദമാണ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ദോസ്തി. നമുക്കറിയാം നമ്മുടെ ഒരു ഫിലിമി ഗീതാണ് അല്ലേ, ഹിന്ദി ഫിലിമായിട്ടുള്ള. ഏതാണ് ഫിലിം? അതും നമുക്കറിയാം, ഷോലെന്ന് അല്ലേ. അപ്പം ആനന്ദ് ബക്ഷിയുടെയാണത്. ഈ നാലാമത്തെ ചാപ്റ്റർ മൻസിൽ കി ഓർ എന്ന് പറഞ്ഞിട്ട് പാരിഭാഷിക് ശബ്ദാവലിയാണ്. ഈ പാരിഭാഷിക് ശബ്ദാവലി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഓരോ എക്സാമിനും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് പഠിച്ചു പോവുക. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറയുകയാണ്, ഈ യൂണിറ്റിൽ എന്ത് ചെയ്യണം? യൂണിറ്റിൽ ഓരോ ചാപ്റ്റർ എന്താണ് ആ ചാപ്റ്റർ, ഏത് വിധിയാണ്? ഇപ്പം നമ്മൾ പറഞ്ഞു സുറിനാമി പഹ്ലാദിൻ, അതൊരു സഫർനാമയാണ്, ഒരു യാത്രാ വിവരണമാണ്. മറക്കരുത്, ഏത് വിധിയാണെന്നുള്ളത് മറക്കരുത്. ആരുടെയാണ്? ആരുടെ യാത്രാ വിവരണം? അതും മറക്കരുത്, ഹിമാൻശു ജോഷിയുടെ. അപ്പം നിങ്ങളെന്ത് ചെയ്ത് നല്ല കറക്റ്റായിട്ട് നമ്മുടെ ഒരു പാഠത്തെ കുറിച്ചിട്ടൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എന്നിട്ട് വേണം നിങ്ങൾ എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററായ സുറിനാമേ പഹ്ലാദിനെ കുറിച്ചിട്ടൊന്ന് നോക്കി വരാം. സുറിനാമേയും പഹ്ലാദിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിമാൻശു ജോഷി, നമുക്കറിയാവുന്നതാണല്ലേ, പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾ വീഡിയോസൊക്കെ കാണുക, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ക്ലാസ് എടുത്തതല്ലേ, അതൊക്കെ പോയി കണ്ടിട്ട് നമ്മുടെ റിവിഷൻ ക്ലാസ് കാണണേ. പിന്നെ ഞാൻ പറയാണ്. അപ്പോൾ സുറിനാമേ പഹ്ലാദിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിമാൻശു ജോഷി അങ്ങോട്ട് നടത്തിയ യാത്രാ വിവരണമാണ് അല്ലേ. ഒരു യാത്രയാണ് നടത്തിയത്. എന്തിനു വേണ്ടിയിട്ടാണ് യാത്ര? നമ്മുടെ വിശ്വ ഹിന്ദി സമ്മേളനം അവിടെ നടക്കുകയാണ്. എവിടെ? പാരാമാരിബോ ഷഹറൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നമ്മുടെ റൊണാൾഡോ വെനീഷ്യനൊക്കെ ഓർമ്മയില്ലേ, അവിടുത്തെ രാഷ്ട്രപതിയായിട്ടില്ലേ? അദ്ദേഹം പറയുന്നുണ്ടല്ലേ, എന്താ പറയുന്നത്? സുറിനാം ഒരു ഭാരത് കെ ബീച്ച് പ്രകാട്ട് ആത്മീയ സംബന്ധ ഹേ. എന്തുകൊണ്ടാണ്? നമ്മുടെ ഭാരതവും ആ സുറിനാമും തമ്മിലൊരു ആത്മീയമായ ബന്ധമുണ്ട്. കാരണം എന്താ? നമുക്കറിയാം, നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾ, ഭാരതത്തിലെ ജനങ്ങൾ 130 വർഷം മുന്നേ അങ്ങോട്ട് കുടിയേറി പാർത്തിട്ടുണ്ട്. അതും പറയുന്നുണ്ട്. എന്താണ്? അവർ 130 വർഷം മുന്നേ അവർ കുടിയേറി പാർത്തിട്ടും അവരെന്ത് മറന്നില്ല? നമ്മളെ ഭാരതത്തെ മറന്നോ? അവിടുത്തെ ധർമ്മഗ്രന്ഥങ്ങളെ മറന്നോ? ഇല്ല. അവർ ഹനുമാൻ ചാലിസ തഥാ രാംചരിത मानस आदि धर्म ग्रंथों के माध्यम से भारत से जाते समय वे ले गए थे. എങ്ങനെയാണ് അതിനെ അവിടെ സംരക്ഷിച്ച് നിർത്തിയത്? ഉന്നോനെ തുഫാൻ കി ബീച്ച് ദിയേ കി തര ജലായേ രഖ എന്നൊക്കെ പറഞ്ഞിട്ട്, കൊടുങ്കാറ്റിന് വന്നിട്ട്, അതായത് ഇനി എന്തൊക്കെ സംഭവിച്ചാലും അതിനവരെ കൈവിടാതെ അവർ സംരക്ഷിച്ച് നിലനിർത്തി പോന്നു എന്നാണ് കേട്ടോ അതിനോട് അർത്ഥമാക്കുന്നത്. ഇതുകൊണ്ടൊക്കെയാണ് അവിടുത്തെ രാഷ്ട്രപതി പറഞ്ഞിട്ടുള്ളത്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഉൻ ദോനോ കെ ബീച്ച് എക്ക് ആത്മീയ സംബന്ധ് ഹേ എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചാപ്റ്ററത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്യുക? നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുന്നേ നന്നായിട്ട് പഠിച്ചു പോവുക. എന്തെങ്കിലും ക്വസ്റ്റ്യൻ വരുന്ന ടൈമിൽ ഈ ഇമ്പോർട്ടൻ്റ് പോയിൻ്റൊക്കെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്തും പറയാം, ഈ പോയിന്റ്സും പറയാം. എന്താ നമ്മുടെ ഹിമാൻശു ജോഷി പറഞ്ഞിട്ടുള്ളത്? എന്താ ഹിമാൻശു ജോഷിക്ക് തോന്നിയിട്ടുള്ളത്? ഏക് ദീപ് പ്രജ്വലിത ഹോത്തേ ഹി ലഗാ കി ഏക് സാത്ത് ന ജാനേ കിത്തനേ ജഗ്മഗാത്തി ദീപക് ജലുടേ ഹേ. കാരണം അവിടെ ഒരു വിശ്വ ഹിന്ദി സമ്മേളനം നടക്കുകയാണല്ലേ, അതിൻ്റെ കൂടെ തന്നെ എന്തും ഒരു ദീപം തെളിയിക്കുമ്പോൾ ഒരുപാട് ദീപങ്ങൾ ജ്വലിക്കുന്നു എന്നാണ്. കാരണം സുറിനാമിലത്തെ അവിടുത്തെ ജനങ്ങളുടെ ആ ഒരു സന്തോഷം കാണേണ്ടത് തന്നെയാണെന്നാണ് ആര് പറയുന്നത്? ഹിമാൻശു ജോഷി. അത് എന്തുപോലെയാണെന്നാണ്? ഭരത് മിലാബ് ബഹുത് ആഹ്ലാദിത് കരഹാദ എന്നാണ്. കാരണം 130 വർഷത്തിന് ശേഷം മുൻപ് വേർപിരിഞ്ഞവരെ, ഭാരതീയ വംശജരെ അവിടുന്ന് കണ്ടുമുട്ടുകയാണല്ലേ. അപ്പം നമ്മളെ ഒരു ബന്ധുവിനെ കാണുന്ന പോലെ ആർക്ക് തോന്നി? ഹിമാൻശു ജോഷിക്ക് തോന്നി എന്നാണ് ഹിമാൻശു ജോഷി തൻ്റെ സഫർനാമയായിട്ടുള്ള സുറിനാമേ പഹ്ലാദിന് നമ്മളോട് പറയാൻ ആഗ്രഹിച്ചത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കഴിഞ്ഞ മോഡലിന് ഈ ചാപ്റ്ററിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ നോക്കാം.
भाषा भावों की अभिव्यक्ति का सशक्त माध्यम होती है. आज विश्व की एक प्रमुख भाषा के रूप में हिंदी उभर रही है. ശരിയല്ലേ? ഇന്ന് വിശ്വഭാഷ എന്നുള്ള രൂപത്തിൽ നമ്മുടെ ഹിന്ദിക്ക് വളരെയധികം പ്രാധാന്യം കൈക്കൊണ്ടു അല്ലേ? വിശ്വഭാഷ के रूप में हिंदी का प्रचार प्रसार विषय पर ആ വിഷയത്തിൽ എന്ത് തയ്യാറാക്കാൻ ഒരു നിബന്ധ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ. എന്താണ് ആ വിശ്വഭാഷ എന്നുള്ള രൂപത്തിൽ നമ്മുടെ ഹിന്ദി എത്രത്തോളം വളർന്നിട്ടുണ്ട് എന്നുള്ള ഒരു നിബന്ധ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സഹായ സംഗീതം അവർ തന്നിട്ടുണ്ട്. എന്തൊക്കെയാ? സൻസൻ കെ സബ്സെ ബഡി ഭാഷാവുമേ. ശരിയല്ലേ? നമ്മുടെ ലോകത്തിൻ്റെ ഭാഷകളിലൊക്കെ എടുത്താൽ ഏറ്റവും വലിയ ഭാഷകളിൽ ഒന്നാണ് എന്ത് നമ്മുടെ ഹിന്ദി. സാംസ്കൃതിക വികാസ് മീൻ സഹായക ആ സാംസ്കാരിക വികസനത്തിന് വളരെയധികം സഹായിക്കുന്നു എന്ത് നമ്മുടെ ഹിന്ദി എന്നുള്ള ഭാഷ. മാത്രമല്ല വിശ്വ സൗഹാർദ്ദക സംവാഹകാണ് അല്ലേ? വിശ്വം ഒരു സൗഹാർദ്ദം വളർത്താൻ ഒരു സംവാഹക എന്നുള്ള രൂപത്തിൽ നമ്മുടെ ഹിന്ദി വളർന്നു വന്നിട്ടുണ്ട്. ബോൾചാൽ മേ ആസാൻ, ഹിന്ദി പറയാൻ എളുപ്പല്ലേ? ഇതൊക്കെ വെച്ചുകൊണ്ട് വേണം എന്തെഴുതാൻ, നിബന്ധ എഴുതാൻ. മറ്റുള്ള കാര്യത്തിൽ പറയുന്നത് പോലെ തന്നെ എന്തുകൊണ്ട് നമ്മുടെ നിബന്ധന ഒരു സ്ട്രക്ചർ ഉണ്ട്. വെറുതെ 8 മാർക്കിനല്ലേ വിചാരിച്ചിട്ട് 2 പേജ് കവിഞ്ഞ് എഴുതുക എന്നുള്ളതല്ല കേട്ടോ അർത്ഥമാക്കുന്നത്. എന്താണ്? ആ 2 പേജ് എഴുതണമെങ്കിൽ അതിന് എന്തുണ്ടായിരിക്കണം? പോയിൻറ്റ്സ് ഉണ്ടായിരിക്കണം. നമ്മുടെ ഹിന്ദിയെക്കുറിച്ചിട്ടുള്ളൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ പാരഗ്രാഫായിട്ട് വേണം നിങ്ങൾ എഴുതാൻ. ഒരുമിച്ച് ഒരിക്കലും എഴുതി പോകരുത്. അതൊക്കെയാണ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിബന്ധമൊക്കെ എഴുതിയ പരിചയം ഒരുപാട് നിങ്ങൾക്കുണ്ട്. +2 അല്ലേ? അപ്പോൾ നമ്മുടെ ഹിന്ദിയെക്കുറിച്ചുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ധാരണ വേണം. രാഷ്ട്രഭാഷയാണെന്നും രാജ്യഭാഷയാണെന്നും അതേപോലെ തന്നെ വിശ്വഭാഷയാണെന്നും പിന്നെ ഹിന്ദിയുടെ നമുക്കറിയാം ദേവനാഗരി ലിപിയാണെന്നും അല്ലേ? അപ്പോൾ ഹിന്ദി നമ്മുടെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് പറയാം? ഹിന്ദി സോങ്, ഹിന്ദി ഫിലിമി സോങ്, അതിനും പ്രാധാന്യമില്ലേ? അതൊക്കെ വെച്ചിട്ട് കൊണ്ട് വേണം എഴുതാൻ. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്തും പറയാം. അന്യ രാജ്യങ്ങളിൽ എത്രത്തോളം ഹിന്ദിക്ക് പ്രാധാന്യം ഉണ്ട് എന്നുള്ളതും അമേരിക്കയിലായിക്കോട്ടെ അല്ലേ യൂണിവേഴ്സിറ്റികളിൽ ഹിന്ദി ഭാഷ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്തും നമുക്ക് പറയാം. നമ്മുടെ ഭാരതത്തിൽ തന്നെ 80 കോടി ജനങ്ങൾ എന്ത് സംസാരിക്കുന്നുണ്ട്? ഹിന്ദി സംസാരിക്കുന്നുണ്ട് എന്നും അതൊക്കെ വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ നന്നായിട്ട് തന്നെ ആൻസർ എഴുതുക. ഇപ്പം നമ്മൾ ഈ ഒരു സബ്ജക്റ്റിലെ ഹിന്ദിക്ക് പ്രചാർ പ്രസാർ എന്നതിൽ ഒരു നിബന്ധമാണ് എഴുതാൻ നമുക്ക് ചോദിച്ചത് അല്ലേ? ഇനി ചിലപ്പോൾ ഭാഷൺ ചോദിക്കാം. വിശ്വഭാഷാക്ക് രൂപമേയും ഹിന്ദിക്ക പ്രചാർ പ്രസാർ വിഷയ പർ ഭാഷൺ തയ്യാർ കരേ എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ഈ പോയിൻറ്റ്സൊക്കെ വെച്ചിട്ട് നേരത്തെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഭാഷൻ്റെ ഇൻട്രൊഡക്ഷനൊക്കെ കൊടുത്ത് ആദരണീയ ഗുരുജനവും ഒരു മേരെ പ്യാരെ ദോസ്തവും എന്നൊക്കെ കൊടുത്ത് ലാസ്റ്റ് ധന്യവാദമൊക്കെ അതിൻ്റെ സ്ട്രക്ചർ ഇല്ലേ? എല്ലാറ്റിനും ഒരു സ്ട്രക്ചർ ഉണ്ട് എന്ന് ആലോചിക്കുക. അതൊക്കെ കൊടുത്തിട്ട് ഇതിന് ആൻസർ ചെയ്യുക. കൂടെ തന്നെ എന്തും അതിൽ ചോദിക്കാവുന്നതാണ്. നമ്മുടെ വിശ്വ ഹിന്ദി സമ്മേളനമല്ലേ നടക്കുന്നത്. അപ്പോൾ സമ്മേളനത്തിന് മുന്നോടിയായിട്ട് എന്തുണ്ടായിരിക്കും? പോസ്റ്ററൊക്കെ ഇറക്കില്ലേ? അപ്പോൾ ചിലപ്പോൾ നിങ്ങളോട് പോസ്റ്റർ തയ്യാറാക്കാൻ പറയും. പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഏറ്റവും കൂടുതൽ ഒന്നും അറിയാത്ത കുട്ടികൾക്കും എന്തെഴുതാം? ഈ പോസ്റ്ററിന് ആൻസർ എഴുതാം. കാരണം എന്താ? ഒരു ഹെഡിങ് ഉണ്ടായിരിക്കണം വേണ്ടേ? ഉദ്ഘാടനം ആരാ ചെയ്തതെന്ന് വേണ്ടേ? എവിടെയാണ് സ്ഥലം വേണ്ടേ? എന്നാണ് നടക്കുന്നത് വേണ്ടേ? താരീഖ് വേണം, ഡേറ്റ് വേണം അല്ലേ? എല്ലാവരും സ്വാഗതം ചെയ്യണം. സബ്കോ സ്വാഗതം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? ഇതെല്ലാം വെച്ചുകൊണ്ട് പോസ്റ്റർ എഴുതുക. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ഞാൻ പോസ്റ്റർ എന്തൊക്കെയാണ് അല്ലെങ്കിൽ വിജ്ഞാപൻ്റെ ആയിക്കോട്ടെ അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതിന് കൂടെ ഞാൻ പറഞ്ഞു പോവാട്ടോ. കൂടുതൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും. അപ്പോൾ ഇതൊക്കെ ഇതിനെ എക്സ്പെക്റ്റ് ചെയ്യുക. മാത്രമല്ല ലേഖകൻ്റെ ഒരു ഡയറി, അന്നത്തെ ദിവസത്തെ ഡയറി എഴുതാൻ ചോദിക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയറിൻ്റെ സ്ട്രക്ചറൊക്കെ വെച്ചിട്ട് എഴുതുക. ഓക്കെ. അപ്പോൾ ഇതൊക്കെ ഈ നമ്മുടെ ചാപ്റ്ററിൽ ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പോൾ ഡയറി എഴുതുമ്പോൾ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചിട്ട് ചിലപ്പോൾ ഫ്രണ്ട്സിന് പത്രം എഴുതാൻ ചോദിക്കാം. ഈ വിശ്വ ഹിന്ദി സമ്മേളനത്തെ ലേഖകൻ തൻ്റെ സുഹൃത്തിന് കത്ത് എഴുതുമെന്ന് ചോദിച്ചാൽ പത്ര തയ്യാർ കരേ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വന്നാൽ പത്രം എഴുതാം. എല്ലാറ്റിനും പോയിൻറ്റ്സ് എന്ത് കൊടുക്കാം? ഞാൻ ഈ മെയിൻ പോയിൻറ്റ്സ് പറഞ്ഞില്ലേ? മെയിൻ പോയിൻറ്റ്സ് ഒക്കെ കൊടുത്തുകൊണ്ട് വേണം നിങ്ങൾ എഴുതാൻ. പക്ഷേ ഓരോന്നിനും ഓരോ ഫോമാറ്റാണ് കേട്ടോ. അതൊക്കെ വെച്ച് നിങ്ങൾ എഴുതുക. ഇതൊക്കെയാണ് ഇതിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞാൽ. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് പോവാം. അപ്പോൾ അടുത്ത ചാപ്റ്ററാണ് മേരെ ലാൽ അല്ലെങ്കിൽ ഹേ ഖാൻ. ആരതാണത്? നമ്മുടെ സൂർദാസ് ജിയുടെ പദ് ആണല്ലേ. സൂർദാസ് ജി കോനെ? സൂർദാസ് ജി हिंदी भाषा की हिंदी साहित्य की कृष्ण भक्ति शाखा के एक प्रमुख कवि हैं. उन्हें ജന്മാന്തതേ അല്ലേ? സൂർദാസ് ജി ജന്മന അന്ധനായിരുന്നു. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയണ്ടായി.
മാത്രമല്ല നമ്മുടെ കൃഷ്ണഭക്തി ശാഖയിലെ കവിയായിരുന്നു കൊണ്ട് തന്നെ അവരുടെ ഭാഷ എന്തിയായിരുന്നു, വ്രജഭാഷയായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. വ്രജഭാഷയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഹിന്ദി മനസ്സിലാവുമോ? നമ്മളെ സാധാ ഭാഷ യൂസ് ചെയ്യുന്ന ഭാഷയാണോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇതിൽ ഒരു താരാട്ട് പാട്ടൊക്കെ കൊടുത്തിട്ട് നമ്മൾ താരാട്ട് പാട്ടൊക്കെ പാടി ഒക്കെ പോയില്ലേ, ഓർമ്മയില്ല എല്ലാവർക്കും. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണുക കേട്ടോ. ഇതിൻ്റെ നമ്മുടെ ചാപ്റ്ററിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് കണ്ടിട്ട് റിവിഷൻ ക്ലാസ് കാണുക. അപ്പോൾ ഇതിന് മുന്നേ ഇപ്പോൾ നമ്മുടെ ചാപ്റ്റർ പറയുന്നതിന് മുന്നേ നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ എക്സാമിന് ചോദിച്ചത് ഈ ചാപ്റ്ററിൽ നിന്ന് എന്നുള്ളത് നോക്കാം. നോക്കിക്കേ, നമ്മുടെ മാതൃഭൂമി കവിതയിൽ ഒരു ഭാഗം തന്നിട്ട് അതിന് കുറേ ക്വസ്റ്റ്യൻസ് വെച്ചില്ലേ, അതേപോലെ തന്നെ ചോദിച്ചു നോക്കിക്കേ. ജുബഹി ബൻ മുരളി ശ്രവണ ചക്കിത് ഭയി കോപ് കന്യ സബ് ദാമ കാമ ബിസരി അല്ലേ. അപ്പോൾ നമ്മുടെ എന്താണ് ഏത് പദമാണത്? ഹേ കാന് എന്നുള്ള പദമാണ് അല്ലേ. അപ്പോൾ 18ാമത്തെ ക്വസ്റ്റ്യൻ എന്താ വന്നിട്ടുള്ളത്? ഭൂൽ കൈ ശബ്ദക്ക സമാനാർത്ഥി ശബ്ദ പദ സേ ചുൻകർ ലിഖേ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ നോക്കേണ്ടത്, നമ്മൾ പറഞ്ഞു നമ്മളിവിടുത്തെ ഭാഷയല്ല ബ്രജുഭാഷയാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഒരുപാട് സമാനാർത്ഥി ശബ്ദം നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇതേപോലെ. അപ്പോൾ ഭൂൽ കൈ എന്നുള്ളതിന് എന്താണ് സമാനാർത്ഥി ശബ്ദം? മറന്നുപോയി. എന്താ മറന്നു പോവുക? അത് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, സുഖമായിട്ട് നമുക്ക് എളുപ്പത്തിൽ എഴുതാം. എന്താണ്? സമദാമ കാമ ബിസരി. കാമ ജോലി, എല്ലാ ജോലികളും മറന്ന് കൃഷ്ണൻ്റെ ആ ഓടക്കുഴൽ നാദം അവർ ശ്രവിച്ചുകൊണ്ട് നിന്നു. അപ്പം എന്താ? ബിസരി അല്ലേ. ഒരു മാർക്ക് നമുക്ക് കിട്ടി. ഇപ്പോൾ നന്നായിട്ട് ഇതിന് എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഈ ക്വസ്റ്റ്യനൊക്കെ ആൻസർ ചെയ്യാൻ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു പോവുക. നന്നായി പഠിച്ചാൽ തന്നെ മാത്രമേ ഇതിനൊക്കെ ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണെങ്കിലോ ഒരു ബാത്ചീത്താണ്. ഈ ബാത്ചീത്ത് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തന്നിട്ടുണ്ട്, അത് നോക്കി എഴുതട്ടെ. ആര് തമ്മിലുള്ള ബാത്ചീത്താണ്? മുരളി കി ധ്വനി മീം ലീൻ പ്രണയാധൂർ ദോ ഗോപികാവും കെ ബീച്ച് അല്ലേ. 2 ഗോപികമാർ തമ്മിൽ നടത്തുന്ന സംഭാഷണമാണ്. അതിന് നമുക്കറിയാം, അതിന് സഹായ സംഗീതം കൊടുത്തിട്ടുണ്ട്. മുരളിക്ക് ധ്വനിക്ക് മധുരിമ, അതിനെക്കുറിച്ച് പറയണം. നമ്മുടെ ഒഴുകി വരുന്ന നാദത്തിൻ്റെ എത്ര മനോഹരമായ, എത്ര നമ്മുടെ മനം മയക്കുന്ന നാദമാണ് ഒഴുകി വരുന്നത്. കൃഷ്ണയ്ക്ക് പ്രതി കൃഷ്ണനോടുള്ള അനുരാഗവും അപ്നേക്കു ഭൂൽ ജാന, സ്വയം മറന്നു പോകുന്നതും എല്ലാം എന്തിൽ ഉൾക്കൊള്ളിക്കണം? കോൺവെർസേഷൻ ഉൾക്കൊള്ളിക്കണം. എന്തെങ്കിൽ മാത്രമേ 8 മാർക്ക് നിങ്ങൾക്ക് കിട്ടുള്ളൂ. എല്ലാ പോയിൻറ്റ്സും ഉൾക്കൊള്ളിച്ചിട്ട് വേണം എഴുതാൻ കേട്ടോ. 2 ഗോപികമാർ തമ്മിലാണ്. അപ്പോൾ 2 ഗോപികമാരും തുല്യമായിട്ട് കോൺവെർസേഷൻ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ബാത്ചീത്ത് പറഞ്ഞുകൊണ്ട് 8 മാർക്കിന് നിങ്ങൾ ആൻസർ ചെയ്യുക. എത്ര എളുപ്പം സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണൊക്കെ ചോദിച്ചു നോക്കിക്കേ. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്താണല്ലേ ആ ക്ലാസ്സിൽ. ഓരോ വേർഡിൻ്റെയും നമ്മൾ ആ മീനിങ് അടക്കം നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കാണണം കേട്ടോ. അത് കണ്ടിട്ട് വേണം റിവിഷൻ ക്ലാസ് കാണാനേ. ഇത് റിവിഷൻ ക്ലാസ്സാണ്. അപ്പോൾ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ അതിലൂടെ നമ്മൾ റിവിഷൻ ഒന്നും കൂടി നമുക്കൊന്ന് ഓർമ്മിക്കാമെന്ന് പറയില്ലേ, റിവൈസ് ചെയ്യാണ് നമ്മളെ ചാപ്റ്റർ. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഈ പാഠത്തിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ആ വീഡിയോ തന്നെ കാണണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ 3 ക്വസ്റ്റ്യൻസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ് എന്താണ് പതുപടി ഒരു ഭാവാർത്ഥത്തിലേക്ക് ഏതെങ്കിലും ഇപ്പം മേരെ ലാൽ, ഇതിപ്പോൾ മേരെ ലാലത്തെയാണ് കൊടുത്തല്ലേ. സുമുഖ് തേക്കി യശോദ ഫൂലി, കൃഷ്ണൻ്റെ സുന്ദരമായ മുഖം കണ്ടിട്ട് യശോദ വളരെയധികം സന്തോഷവതിയാവുകയാണ്, കണ്ണ് നിറഞ്ഞു തുളുമ്പാണ്. ആ സന്തോഷം തൻ്റെ ഭർത്താവുമായിട്ട് അല്ലെങ്കിൽ കൃഷ്ണൻ്റെ അച്ഛനുമായിട്ട് നന്ദഗോപുരമായി പങ്കുവെക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ മേരെ ലാലിൽ പറയുന്നത് അല്ലേ. ഒരു വാത്സല്യ വർണ്ണനാണ് അല്ലേ. ഉറക്കുകയാണ് ആര്? തൻ്റെ മാതാവായ യശോദ കൃഷ്ണനെ ഉറക്കുകയാണ്. അപ്പോൾ ആ ഒരു ഉറക്കുന്നതിൻ്റെയും ആ കൃഷ്ണൻ്റെ സൗന്ദര്യമൊക്കെ വർണ്ണിക്കുന്നതിനെയാണ് മേരെ ലാൽ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഭാവാർത്ഥം എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇതും നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അത് കാണുക കേട്ടോ. ഇതിനനുസരിച്ചിട്ട് ആൻസർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ അതിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് വന്നത് എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തു അല്ലേ. അപ്പോൾ ഭാവാർത്ഥം എഴുതാൻ വരും. സമാനാർത്ഥി ശബ്ദം നമുക്കറിയാം, ഋജുഭാഷയാണ്. പിന്നെയും പറയാൻ കേട്ടോ, സമാനാർത്ഥി ശബ്ദം ചോദിക്കുകയെ. ഭൂൽ ഗൈ സമുദാമ കാമ ബിസരി, ബിസരിയാണ് ഭൂൽ ഗൈ അല്ലേ. അപ്പം അതേപോലെ ചകിത് ഭൈ, ആശ്ചര്യപ്പെട്ടു പോയി, ഞെട്ടിപ്പോയി എന്നൊക്കെ പറയില്ലേ. അപ്പം അതിന് സമാനാർത്ഥി ശബ്ദം എന്താണ്? അപ്പം ഇങ്ങനെ സമാനാർത്ഥി ശബ്ദങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന്. അത് ചോദിക്കും, അത് പഠിച്ചു പോവുക. പിന്നെ ഭാവാർത്ഥം പഠിച്ചു പോവുക. ഭാവാർത്ഥം എഴുതാണ്ടായിരിക്കും, ചിലപ്പോൾ മേരെ ലാലായിരിക്കും, ചിലപ്പോൾ എന്തായിരിക്കും നമ്മുടെ ഹേ കാനായിരിക്കും. ഭാവാർത്ഥം പഠിച്ചു പോവുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, മേരെ ലാൽ വാത്സല്യ വർണ്ണനാണ്.
തൻ്റെ മകനെ ഉറക്കുകയാണ് ആര്, നമ്മുടെ യശോദ. യശോദ ഉറക്കുന്ന സമയം സ്വന്തം പുത്രൻ്റെ ആ സുന്ദര മുഖം കണ്ടിട്ട് യശോദ സന്തുഷ്ടയാവുകയാണ്. എന്നിട്ട് നന്ദഗോപരെ വിളിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ എന്താണ് സൂർദാസ്ജി പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മളോട്? ബാലകൃഷ്ണ കാ സൗന്ദര്യ അനുപം ഹേ, ഉൻകി ചേഷ്ടായേം ഹൃദയഹാരി തഥാ അദ്വിതീയ ഹേ. എന്താ സൗന്ദര്യം, കൃഷ്ണൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഒരിക്കലും ഉപമിക്കാൻ സാധിക്കില്ല നമ്മളെ കൊണ്ട്. കാരണം അവൻ്റെ ചേഷ്ടകൾ ഹൃദയകാരിയാണ്, ഏറ്റവും ഉന്നതവുമാണ്. ഇതും പറയുന്നുണ്ട്. എന്ത്? ബീജൂജമായി, നിങ്ങൾക്ക് ഓർമ്മയുണ്ട എന്താണ്? മാനു ലാൽ കമൽ പർ ബിജലി ജം ഗയി ഹോ, അതായത് ചുവന്ന താമരയിൽ ഇടിമിന്നൽ പിണരുകൾ എങ്ങനെയാണോ ഏൽക്കുന്നത് അതേപോലെയാണ് പൊട്ടിച്ചിരിക്കുന്ന കൃഷ്ണൻ്റെ ആ പാൽപ്പല്ലുകൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ത് നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇതൊക്കെ നന്നായി പഠിച്ച് വേണം നിങ്ങൾ എക്സാമിന് അപ്രോച്ച് ചെയ്യാനായിട്ടാ. നമ്മുടെ സമാനാർത്ഥി ശബ്ദം നോക്കണം. ഇതേപോലെ ചിലപ്പോൾ 2 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അത് നിങ്ങൾ കരുതി വെച്ച് ഇതൊക്കെ ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. മനസ്സിലായില്ലേ? ഇനി നമ്മുടെ ഹേക്കാനായിക്കോട്ടെ ഇതേപോലെ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരിക. ഇതിലെന്താ പറയുന്നത് നമ്മുടെ സൂർദാസ്ജി? ജബ് മുരളി കാ സ്വര സുനായി പടാ തബ് ഗോപികായേ ചകിത് ഹുയി ഔർ സബ് ദാമ കാമ ബിസരി, സബ് ദാമ കാമ കാംകാജ് ഭൂൽ ഗയി. അവർ സ്വയം മറന്നുപോയി, ചെയ്യുന്ന പണികളെല്ലാം മറന്ന് മുരളിയുടെ സ്വരം ശ്രവിച്ച് അവരിങ്ങനെ നിന്നു എന്നാണ് അല്ലേ? മുരളിയുടെ സ്വരം കേട്ടപ്പോൾ. മാത്രമല്ല എന്തും ഇതേപോലെ തന്നെ കുലമര്യാദകളുണ്ട്, അതും മറന്നുപോയി. പുത്രപതി കാ സ്നേഹ ഗർഭാർത്ഥത ലോകലാജിക്ക് പർവാക്കിയ ബിന വേ കൃഷ്ണരൂപി സിന്ധുമേ സരിതാക്കി ജൽക്കി സമാൻ ജാമിലി. എങ്ങനെയാണോ കൃഷ്ണൻ എന്ന സമുദ്രമാണ്, ഇവർ നദിയാണ്. അപ്പോൾ നദി എങ്ങനെയാണോ സമുദ്രത്തിൽ ഒഴുകിച്ചേരുന്നത് അതേപോലെ കൃഷ്ണൻ്റെ ആ മുരളിയിൽ കൃഷ്ണനിൽ ഇവർ ലയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സൂർദാസ് ഇതിന്ന് എന്താ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മളോട്? ചതുരകൃഷ്ണ നിത്യ നയേ തരീകേ സേ ഗോപികാവും കെ മൻ കോ ഹർ ലേത്തെ ഹേ. സൂത്രശാലിയായ കൃഷ്ണൻ എന്താണ്? ദിവസവും പുതിയ പുതിയ രീതികളാൽ നമ്മുടെ ഗോപികമാരുടെ മനസ്സിനെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഇതിലൊരു ശൃംഗാര വർണ്ണനാണ് അല്ലേ? ഗോപികമാരും കൃഷ്ണനും കൂടിയുള്ളൊരു ശൃംഗാര വർണ്ണനും ഒരു സ്നേഹവും ഒക്കെയാണ് നമ്മുടെ സൂർദാസ്ജി ഇതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ മേരെ ലാൽ പറഞ്ഞ പോലെ തന്നെ ഇതിലെന്തുണ്ടായിരിക്കും? ഭാവാർത്ഥ ചോദിക്കും, സമാനാർത്ഥി ശബ്ദം ചോദിക്കും, 2 മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇതൊക്കെ പ്രതീക്ഷിച്ച് നിങ്ങൾ നന്നായി പഠിക്കുക. കഴിഞ്ഞ വീഡിയോ പോയി കാണുക, പഠിച്ചിട്ട് ഓരോ വേർഡ് ബൈ വേർഡായിട്ട് തന്നെ പഠിച്ചു പോവുക. മനസ്സിലായില്ലേ ഈ ചാപ്റ്റർ? അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ദോസ്തി എന്ന് പറയുന്ന ഒരു ഫിലിമി ഗീതാണ് അല്ലേ? ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? നമ്മുടെ ഫിലിമി ഗീതിൻ്റെ ആ ഖബി ഖബി മേരെ ദിൽ മേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഫിലിംസൊക്കെ പാടി നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ കാണണം കേട്ടോ. അപ്പോൾ ദോസ്തിന്ന് എന്ത് ക്വസ്റ്റ്യൻസാണ് നമ്മുടെ ഈ മോഡൽ എക്സാമിന് ചോദിച്ചാൽ നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾ നോക്കിക്കേ. 13ാമത്തെ ദോസ്തി ഗീത് കെ സംഗീതഗാൻ കോനെ. ആരാണ് ദോസ്തി ഗീതിലെ സംഗീതകാർ? നമുക്കറിയാം, R.T. ബർമൻ അല്ലേ? 1 മാർക്കിനാണ്. നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഈ ക്വസ്റ്റ്യനൊക്കെ വരും എന്നുള്ളത് അല്ലേ? നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റ് വായിക്കുകയുള്ളൊരു കുട്ടിക്കാണെങ്കിൽ എളുപ്പത്തിൽ ഇത് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടി എടുത്ത് പറയുന്നത്. ഏത് ഫിലിമാണെന്ന് ഓർത്ത് വെക്കണം? ഷോലെയാണ്. സംഗീതകാർ ആരാണെന്ന് ഓർത്ത് വെക്കണം? R.T. ബർമനാണ്. പാർശ്വഗായക് ആരൊക്കെയാണ് പാടിയതെന്ന് ഓർത്ത് വെക്കണം? കിഷോർ കുമാറും മന്നാഡേയാണ്. മാത്രമല്ല ഗീതകാറും ഓർത്ത് വെക്കണം. ആരാണ്? നമ്മുടെ ആനന്ദ് ബക്ഷിയാണ്. ഇതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കണം. എന്നിട്ട് വേണം ഇതിന് ആൻസർ ചെയ്യാൻ കേട്ടോ. ചിലപ്പോൾ അടുത്ത എക്സാമിന് ചിലപ്പോൾ ഇതൊക്കെയാവും ചോദിക്കുക. ആരാണ് പാർശ്വഗായികനാവും, ആയിരിക്കും സംഗീതകാർ ആരാണെന്നൊക്കെയാവും കേട്ടോ. അപ്പോൾ 1 മാർക്ക് നിങ്ങൾക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇത് നമ്മൾ എടുക്കുമ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? എന്താണ്? ദോസ്തി ഫിലിം ഗീ സുനനെ കെ ബാദ് എക് ഛാത്ര അപ്പനെ പുരാനെ മിത്ര കോ പത്ര ലിഖ്താ ഹൈ വോ പത്ര തയ്യാർ കരി എന്നാണ്. അപ്പോൾ നിങ്ങൾ സ്വയം കരുതുക, നിങ്ങൾ ഈ ദോസ്തി ഫിലിം ഗീത് കേട്ടിട്ട് നിങ്ങൾക്കറിയാലോ ദോസ്തിൻ്റെ ആ ഒരു സുഹൃത്ത് ബന്ധത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ? ആ സുഹൃത്ത് ബന്ധത്തിന് ഇങ്ങനെ ഒരു പാട്ട് കേട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിന് കത്ത് എഴുതുകയാണ്. അപ്പോൾ അതെങ്ങനെയായിരിക്കും കത്ത്? എന്തൊക്കെ വേണം അതിന്? ദോസ്തിക ഗുണം എന്തൊക്കെയാണ്? ഈ സുഹൃത്തുണ്ടായാലും എന്ത് ഗുണമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്? ദോസ്തിക മഹത്വം എന്ത് മഹത്വമാണ്, ഇമ്പോർട്ടൻസ് ആണ് ഫ്രണ്ട്സിനുള്ളത്? ദോസ്തിസെ ലാഭ് എന്ത് ലാഭമാണ് ദോസ്തി കൊണ്ടുള്ളത്, സൗഹൃദം കൊണ്ടുള്ളത്? അതൊക്കെ വെച്ചിട്ട് കൊണ്ട് വേണം നിങ്ങൾ പത്രം എഴുതാൻ വേണ്ടിയിട്ട്.
നിങ്ങൾക്കറിയാം പത്രം തയ്യാറാക്കുമ്പോൾ ഫോമാറ്റുണ്ട്. താരീഖ് വേണം, അതേപോലെ തന്നെ ഏത് സ്ഥലമെന്നൊക്കെ വേണമല്ലേ, സ്ഥാനമൊക്കെ വേണ്ടേ, ഇൻട്രൊഡക്ഷൻ വേണം. പ്രിയ ആരാണോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ പേര് അത് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, കുശൽ ഹേന എന്നൊക്കെ കൊടുത്തിട്ട് ഒരു ഫസ്റ്റത്തെ ഒരു പാരഗ്രാഫിൽ ഇൻട്രോ കൊടുത്തിട്ട് അടുത്ത പാരഗ്രാഫിൽ വേണം നിങ്ങൾ എന്ത് എഴുതാൻ, നമ്മുടെ മെയിൻ ഈ കാര്യം എഴുതാൻ. എന്താണ് ഫിലിം ഈ ഗീത് സുന്നേക്കെ ബാദ്, അത് കേട്ടിട്ടല്ലേ ഈ കത്ത് എഴുതുന്നത്, അതിനെക്കുറിച്ചൊക്കെ പറയണം. ഓക്കെ, അപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല, പത്രം എഴുതാൻ നിങ്ങൾക്ക് അറിയാം, അതൊക്കെ എഴുതുക. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചാപ്റ്റർ എന്ന് വരുന്നത് നമ്മുടെ ദോസ്തിയുടെ മഹത്വം എഴുതുന്നതിന് വേണ്ടിയിട്ടാണ്. ദോസ്തിയുടെ മഹത്വം കറക്റ്റായിട്ട് നമ്മുടെ ആ സോങ്ങിൽ തന്നെ പറയുന്നുണ്ട്. എന്താണ് അതിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ഫസ്റ്റ് സെൻറ്റൻസ് നോക്കിക്ക്, ഹേ ദോസ്തി ഹം നഹീൻ തോടേങ്കേ, മാത്രമല്ല മേരി ജീത്ത് തേരി ജീത്ത്, എൻ്റെ ജയം അത് നിൻ്റെയും ജയമാണ്, തേരി ഹാർ മേരി ഹാർ, എൻ്റെ തോൽവി അത് നിൻ്റെയും തോൽവിയാണ്, അല്ലേ, അല്ലെങ്കിൽ നിൻ്റെ തോൽവി അത് എൻ്റെയും തോൽവിയാണ്. സുനേ മേരയാ തേരാഘം മീരാഘം മേരി ജാൻ തേരി ജാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ മൃത്യുക്ക് അവസർ പർ ബി തേരാ സാത്ത് നഹീൻ ചോടേങ്കി എന്നാണ് പറഞ്ഞത്. ഇനി എന്ത് മരണത്തിന് മുന്നിലും ഞാൻ നിന്നെ ഒരിക്കലും കൈവിടിയില്ല എൻ്റെ സുഹൃത്തേ, അല്ലേ. ഇതൊക്കെയാണ് നമ്മുടെ ദോസ്തിയുടെ മഹത്വം എന്ന് പറയുന്നത്. ദോനോക്ക ദുഃഖ ഒരു ജാൻ ഭീ ഏക്ക്, രണ്ടുപേരുടെയും ദുഃഖമായിക്കോട്ടെ ജീവനായിക്കോട്ടെ രണ്ടും ഒന്ന് തന്നെയാണ്. ദോനോക്ക് ദൃഷ്ടി ഏക് സമാൻ ഹേ, രണ്ടുപേരുടെയും വീക്ഷണ കോണായിക്കോട്ടെ അല്ലെങ്കിൽ വ്യൂസ് ആയിക്കോട്ടെ അതെല്ലാം സമാനമാണ്, അല്ലേ. സുഖർ ദുഃഖമേ ദോനോമേക്ക് സാത്ത് രഹത്തെ ഹേ, അതും നമുക്കറിയാവുന്നതാണ്, അല്ലേ. അവർ ദൈവത്തോട് ലാസ്റ്റ് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താണ് പ്രാർത്ഥിക്കുന്നത്, അഗർ ഈശ്വക്ക് കൃപ ഹേ തോ ഏ ദോസ്തി ഇസീ തര ആകെ ജായേക അല്ലെങ്കിൽ രഹേക, ഇതേപോലെ തന്നെ മുന്നോട്ട് പോവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബലമാണ്, അല്ലേ. നമ്മുടെ എല്ലാ സുഖത്തിലായിക്കോട്ടെ ദുഃഖത്തിനായിക്കോട്ടെ നമ്മുടെ കൂടെ ഒരു സുഹൃത്ത് നമ്മുടെ താങ്ങായി തണലായി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിലുപരി വേറെ എന്തെങ്കിലും വേണോ നമുക്ക്, ഒന്നും വേണ്ട. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങളുടെ എന്തായാലും അനുഭവങ്ങളും നിങ്ങൾക്ക് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, നിങ്ങളുടെ ആ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ എഴുതാൻ. ഇനി എന്ത് ചോദിക്കുകയാണെങ്കിൽ ദോസ്തിക്ക് മഹത്വം ചോദിക്കുകയാണെങ്കിലും ഇതൊന്ന് ചോദിക്കാം. പിന്നെ വേറൊന്ന് ചോദിക്കാവുന്നത് നോക്കിക്കേ, കവിതാശ് പഠേ അവർ വ്യാഖ്യാക്കരേ, വ്യാഖ്യ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏ ദോസ്തി ഹം നഹീൻ തോടേങ്കേ ദമ്മക തേരെ സാത്ത് ന ചോടേങ്കേ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇതെന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. ദോസ്തി എന്നുള്ളത് ആരുടെയാണ്, ആനന്ദ് ബക്ഷിയുടെയാണ് ദോസ്തി എന്നുള്ളതും. നമുക്ക് അറിയെങ്കിൽ ഷോലെ ഫിലിമിത്തിയാണ് നമുക്ക് എഴുതാം കേട്ടോ. സംഗീതകാർ നിങ്ങൾക്ക് ആർ ടി ബർമൻ അറിയെങ്കിൽ അതും നിങ്ങൾക്ക് ഉൾക്കൊള്ളിക്കാം. ഇതൊക്കെ വെച്ചുകൊണ്ട് ഈ നമ്മുടെ കവിതയത്തെ അംശത്തിൻ്റെ ഒരു ഭാഗമാണ് കൊടുത്തിട്ടുള്ളത്, അതല്ലേ. അതിനെക്കുറിച്ച് നമുക്ക് വ്യാഖ്യ എഴുതുന്നതിന് വേണ്ടിയിട്ടാണ് മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ചോദിക്കുക ഈ ചാപ്റ്ററിൽ നിന്ന്. എന്തൊക്കെയാണ് ചോദിക്കുക, നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ആരാണ് പാർശ്വഗായക അല്ലെങ്കിൽ ആരാണ് നമ്മുടെ ഗീതകാർ എന്നുള്ളത് ഒരു മാർക്കിന് ചിലപ്പോൾ ചോദിക്കാം. ദോസ്തിയുടെ മഹത്വം ചോദിക്കാം, പത്രം തയ്യാറാക്കാൻ ചോദിക്കാം. ചിലപ്പോൾ അന്നത്തെ ഈ പാട്ട് കേട്ടിട്ട് നിങ്ങൾ അന്നത്തെ ഡയറി എഴുതാൻ വേണ്ടി ചോദിക്കാം. പിന്നെ ഈ കവിതാശുപടെ വ്യാഖ്യാക്കര എന്ന് പറഞ്ഞിട്ടുള്ള ഇങ്ങനത്തെ വ്യാഖ്യ എഴുതുന്നതിന് വേണ്ടിയിട്ടും ചോദിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്റർ ഒന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ദോസ്തിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ, അതിന് കറക്റ്റായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ട് ഈ റിവിഷൻ ക്ലാസ് കാണണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ ഒന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്കറിയാം മൻസിൽ കി ഓർ എന്ന് പറഞ്ഞിട്ട് ഒരു പാരിഭാഷിക ശബ്ദാവലിയാണ്. അപ്പോൾ അതിന് മുന്നേ ഇത് നോക്കിക്കേ, ഇത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ഹിന്ദീനെ കുറിച്ച് വരികയാണെങ്കിൽ ഇതൊക്കെ എഴുതി വയ്ക്കാം. നമുക്കറിയാം ഹിന്ദി ഭാരതിക്ക് രാജ്ഭാഷ ഹേ, ഹിന്ദി ഭാരതത്തിലെ ഭരണഭാഷയാണ്. इस कारण से मुख्य विषय के रूप में हिंदी पढ़ने वाले छात्रों के लिए देश भर में हज़ारों की संख्या में रोजगार की अवसर है. നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഹിന്ദി മുഖ്യ വിഷയമായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് രാജ്യം മുഴുവനും ആയിരക്കണക്കിന് തൊഴിലവസരങ്ങളുണ്ട് എന്നാണ്. എന്തൊക്കെയാണ് തൊഴിലവസരങ്ങൾ, രാജ്ഭാഷാധികാരി, രാജ്ഭാഷ അല്ലെങ്കിൽ ഭരണഭാഷ ഓഫീസറായിട്ട്, ഹിന്ദി ഓഫീസറായിട്ട്, വരിഷ്ഠ ഹിന്ദി അനുവാദക്, സീനിയർ ഹിന്ദി വിവർത്തകനായിട്ട്, പിന്നെ കനിഷ്ഠ ഹിന്ദി അനുവാദക, ജൂനിയർ ഹിന്ദി വിവർത്തകനായിട്ട്, ഹിന്ദി പ്രാധ്യാപകമായിട്ട്, ഹിന്ദി ആശുലിപികായിട്ട്, ഹിന്ദി സ്റ്റെനോഗ്രാഫർ എന്നൊക്കെ പറയില്ലേ, പിന്നെ സംവാദാദിയായിട്ട്, പത്രപ്രവർത്തകനായിട്ട്, അതേപോലെ തന്നെ ഹിന്ദി ടങ്കകായിട്ട്, ടൈപ്പിസ്റ്റായിട്ട്. इन पदों पर रहकर आपको പാരിഭാഷിക ശബ്ദോं का प्रयोग करना होगा. അപ്പം ഈ നമ്മുടെ ഈ പദവികളിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് എന്തറിഞ്ഞിരിക്കണം, അവിടുത്തെ പാരിഭാഷിക ശബ്ദാവലി അറിഞ്ഞിരിക്കണ്ടേ. അതുകൊണ്ടാണ് നമുക്ക് ഈ പാരിഭാഷിക ശബ്ദാവലി നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി നമുക്ക് ഏതൊക്കെയാണ് പാരിഭാഷിക ശബ്ദാവലി എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പാരിഭാഷിക ശബ്ദാവലി. ഇവയൊക്കെയാണ് നമ്മുടെ എക്സാമിന് ചോദിക്കാറ്. അപ്പോൾ മോഡൽ എക്സാമിന് ചോദിച്ചാൽ നിങ്ങളൊന്ന് നോക്കിക്കേ.
നിങ്ങൾ നോക്കിക്കേ, 8 മാർക്കിനാണ് നമ്മൾ പാരിഭാഷിക ശബ്ദാവലി നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. എന്താണ് അറ്റ്മോസ്ഫിയറിന് എന്താ പറയുക? അറ്റ്മോസ്ഫിയറിന് വായുമണ്ഡലം എന്നാണ്. ആവറേജിന് ഔസത്ത് എന്നാണ്. ബാക്ടീരിയയ്ക്ക് ജീവാണു എന്നാണ്. സർട്ടിഫിക്കറ്റിന് പ്രമാൺ പത്ര, ഒരു പ്രമാൺ പത്ര അല്ലേ, അത് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ആൻസർ എഴുതാൻ സാധിക്കും. എനർജിക്കാണെങ്കിലോ ഊർജ്ജമാണ് എനർജി എന്നുള്ളത് നമുക്കറിയാം. പേഴ്സൻറ്റേജ് ആണെന്ന് പേഴ്സൻറ്റേജിന് പ്രതിശത്ത് എന്നാണ്. റേഷ്യോയ്ക്കാണെങ്കിലോ എന്താ റേഷ്യോയ്ക്ക്? റേഷ്യോയ്ക്കാണ് അനുപാതം റേഷ്യോ എന്ന് പറയില്ലേ, അതും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആൻസർ എഴുതാം. വൈറസിനാണെങ്കിലോ വിഷാണു എന്നാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മുടെ എന്താണോ ടെക്സ്റ്റ് ബുക്കിൽ പാരിഭാഷിക ശബ്ദാവലി തന്നത് അത് തന്നെയാണ്. അത് മുഴുവനായിട്ടല്ല, ഒരു 8 മാർക്കിന് അതിൽ നിന്നാണ് ചോദിക്കുക. ഓക്കെ, ഇപ്പോൾ മനസ്സിലായില്ലേ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത്. അങ്ങനെ നമ്മുടെ 2ാമത്തെ യൂണിറ്റിലെ ചാപ്റ്റേഴ്സിൻ്റെ റിവിഷനും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാറ്. നമ്മൾ മോഡൽ എക്സാമിൻ്റെ മോഡലൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ മോഡലിൽ തന്നെയാണ് നമ്മുടെ മെയിൻ എക്സാമിനും വരാറ്. അപ്പോൾ ഫോക്കസ് ഏരിയ ഉണ്ട്. ഫോക്കസ് ഏരിയ അങ്ങനെ 80 മാർക്കാണ്. അപ്പോൾ 80 മാർക്കിനുള്ള നിങ്ങൾ നന്നായിട്ട് പഠിച്ചു പോവുക. ഇനി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇനി ഫോക്കസ് ഏരിയ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ 1 മാർക്കിൻ്റെ ഒക്കെ ഇല്ലേ നമ്മുടെ 3ാമത്തെയും 4ാമത്തെയും യൂണിറ്റിലെ ഏതൊക്കെയാണ് നമ്മുടെ വിധയും ആരുടെ രചനകളാണ് കഹാനിക്കാർ കോനെ, അതേപോലെ തന്നെ കവിതയുടെ കവി കോനെ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ പഠിച്ചു പോവുക. ഇതിനൊക്കെ ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 80 മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് നമ്മുടെ മുന്നത്തെ വീഡിയോയും ഈ റിവിഷൻ ക്ലാസ്സും എല്ലാം കണ്ടിട്ട് എക്സാമിന് പോവാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇനി എന്തെങ്കിലും പറയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. പിന്നെയും പറയണേ. അപ്പോൾ ഓക്കെ, നിങ്ങൾ എന്ത് മറക്കരുത്, ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഹിന്ദി ഈ ഗുരു എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂടെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ ഓക്കെ ബച്ചോ, ധന്യവാദ്.